കോതമംഗലത്തിന് മറ്റൊരു പേരുണ്ട്. അത് എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടിട്ടുള്ളൊരു പേരാണ് ഹൈ റേഞ്ചിൻ്റെ കവാടം എന്ന്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്ഷരാർത്ഥത്തിൽ ഏറ്റവും ചേരുന്ന ഒരു പേര് തന്നെയാണ് കോതമംഗലത്തിന്. കോതമംഗലത്തിൻ്റെ ഒരു പരിസരവും പ്രദേശവും ഒക്കെ തന്നെ എപ്പോഴും ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഒരു പരിസരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാർഷിക വൃത്തിയുമായിട്ട് ഒരുപാട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കോതമംഗലം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പേര് ഏറ്റവും ചേരുന്ന ഒരു പ്രദേശം തന്നെയാണ് കോതമംഗലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നോട്ടീസിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു വാചകമുണ്ട്, കർഷകരാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ല് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന ഒരു വാചകം. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളത് ഞാനും തിരിച്ചറിയുന്നു. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി. എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു വിഭാഗമാണ് കർഷകർ എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ മറ്റെന്ത് കാര്യങ്ങൾക്കും ഒരു റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റി വയ്ക്കാവുന്ന എന്തെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ഈ കാർഷിക വൃത്തിക്കോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്കോ പകരം മാറ്റിവെക്കാൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലോകത്ത് മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ, നമ്മൾ ഇന്നിപ്പോൾ ജീവിക്കുന്ന സാമൂഹിക ജീവിതത്തിൻ്റെ നട്ടെല്ലായി എന്നും നിലകൊള്ളേണ്ട ഒരു മേഖലയാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്.